CPM-ൽ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ടോ? അതായത് EP ജയരാജൻ അദ്ദേഹത്തിനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു. അൻവർ ചില ആരോപണങ്ങളുമായി വരുന്നു. അപ്പോൾ ഗോവിന്ദൻ മാഷ് കുറച്ചുകൂടെ കരുത്തനായി മാറുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്താണ്? അദ്ദേഹമാണല്ലോ കരുത്തനായ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? ഇതൊക്കെ നമുക്ക് ഒരു ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ട് തോന്നുന്നില്ലേ? CPM-ന് ഇപ്പം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെയല്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ഘടകത്തിലെയും, അതായത് ബ്രാഞ്ച് ആയാലും കൊള്ളാം, ലോക്കൽ കമ്മിറ്റി ആയാലും കൊള്ളാം, ഏരിയ കമ്മിറ്റി ആയാലും കൊള്ളാം, ജില്ലാ കമ്മിറ്റി ആയാലും കൊള്ളാം, സംസ്ഥാന കമ്മിറ്റി ആയാലും കൊള്ളാം, അത് കഴിഞ്ഞ് പോളിറ്റ് ബ്യൂറോ സമ്മേളനം അല്ലെങ്കിൽ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി, ഇതിനകത്തെല്ലാം അതുവരെ ഉണ്ടായിരുന്ന പരാതികൾ മൊത്തവും പരിഹരിച്ചതിന് ശേഷമേ അടുത്ത സമ്മേളനത്തിലൂടെ കടക്കാൻ പറ്റുള്ളൂ. പരാതികൾ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു ഏരിയ കമ്മിറ്റി ഇരിക്കുന്നു, ഒരു ഏരിയ കമ്മിറ്റിക്കെതിരെ പരാതി, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ഈ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകും. ഒന്നെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. ഇത് കണ്ടെത്തി തീർപ്പുണ്ടാക്കിയതിന് ശേഷമേ അടുത്ത സമ്മേളനം വരുമ്പോൾ പുതിയ ഇതുവരെയുള്ള തീർന്നു അടുത്ത സമ്മേളനം തുടങ്ങും, അല്ലെങ്കിൽ ആ സമ്മേളനം സമാപിക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പരാതികൾ പരിഹരിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അതിനകത്ത് EP ജയരാജനെതിരെ പരാതികൾ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ വെളിയിൽ മാധ്യമങ്ങളിൽ പരാതികളുണ്ട്. ആ പരാതികളുടെ ചർച്ച, അതിനകത്ത് എന്ത് ചർച്ച നടന്നതെന്ന് നമുക്കറിയത്തില്ല. മാധ്യമങ്ങൾ പറയുന്നത് പോലെ ആണോ അല്ലയോ നമുക്കറിയത്തില്ല. എന്തുമായാലും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതിനകത്ത് സെക്രട്ടേറിയറ്റിനകത്ത് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവന്ന് അനുവാദം മേടിച്ചിട്ടായിരിക്കും അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയിരിക്കുന്നത്. അപ്പം അതുപോലെ ബാക്കി ഓരോ നേതാക്കന്മാർ, നേരത്തെ ശശിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. ആ പരാതി അന്ന് ഇതുപോലെ അന്വേഷിക്കുന്നു. അന്വേഷണ ഭാഗമായിട്ട് അവിടുത്തെ ഇപ്പം സെക്രട്ടേറിയറ്റ് കൂടി ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി ചെയർമാൻ KTDFCയുടെ ചെയർമാൻ സ്ഥാനത്തൊന്നും മാറ്റത്തില്ല. പാർട്ടി അതിലല്ല, ഗവൺമെൻറ് തലത്തിലുള്ള ആയതുകൊണ്ട് അതിനകത്തൊന്നും മാറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ ഘടകത്തിലും പരാതികൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അത് EP-യുടെ ഭാഗം വന്നത് അല്ലെങ്കിൽ വന്നതോ കണ്ടാണ് ഇത്രയും വാർത്തയായിരിക്കുന്നത്. ഞാനീ പറയുന്നത് ജോണെ, ഇപ്പം EP കഴിഞ്ഞ സമ്മേളനത്തിൽ എടുത്ത തീരുമാനം അനുസരിച്ചാണ് ഈ സമ്മേളനവും പോകുന്നതെന്നുണ്ടെങ്കിൽ 75 വയസ്സിനപ്പുറമുള്ളവർ പാർട്ടി അടുത്ത സമ്മേളനത്തിൽ ഇരിക്കേണ്ട എന്നുള്ള തീരുമാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം 75 വയസ്സിൽ വേറെ പ്രായം നിജപ്പെടുത്തിയിരുന്നു. മനസ്സിലാവും. ഒരു ആള് 75 വയസ്സിനപ്പുറമുള്ള ആൾക്കാരെ മൊത്തം മാറ്റി നിർത്തി. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെ G. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മാറേണ്ടി വന്നത്. പിന്നെ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനവും 2 പ്രാവശ്യം മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം വന്നെടുത്തുകൊണ്ടാണ് മത്സരിക്കാനും പറ്റാത്തത്. അപ്പോൾ EP-യുടെ ഭാഗം പറയുകയാണെങ്കിൽ EP-ക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ പുറത്തു പോകേണ്ട സമയമായി. അടുത്ത സമ്മേളനത്തിൽ അദ്ദേഹം ഭാരവാഹിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ നിൽക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഓട്ടോമാറ്റിക്കലി പാർട്ടിക്കകത്തുനിന്ന് പുറത്തു പോകും. പിന്നെ രണ്ടാമതൊരു കാര്യം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ശുദ്ധീകരണമൊന്നുമല്ല, പാർട്ടി പിടിച്ചെടുക്കൽ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഈ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ശരിയാണ്. ഈ ഇദ്ദേഹത്തിന് കോടിയേരി ബാലകൃഷ്ണന് ശേഷം സീനിയോറിറ്റി ഉള്ള നേതാവ് EP ജയരാജന് സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുണ്ട് വളരെ വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയുള്ള താല്പര്യമാണ്. അത് ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് EP ജയരാജൻ. കാരണം അദ്ദേഹം ഏറ്റവും വിശ്വസ്തനായിരുന്നു പിണറായി വിജയൻ. വളരെ കുറഞ്ഞ കാലം തൊട്ടേ അല്ലെങ്കിൽ പുറകോട്ടുള്ള കാലം നോക്കുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഫോർമുലയും ഇക്വേഷനും എല്ലാം അങ്ങനെയായിരുന്നു. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുമ്പും പുറവുമായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാ പദവികളും അങ്ങനെ വഹിച്ചു വന്ന ഒരു കാലമുണ്ട്. അവർ തമ്മിലുള്ള ബന്ധവും അത്ര രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം കുടുംബപരമായിട്ടുള്ള ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്. അത്തരത്തിലുള്ള ബന്ധമായിട്ട് വന്നപ്പോൾ ഇത് ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണന് പല ഘടകങ്ങളിലും കോടിയേരിക്ക് ഭീഷണിയാവുമെന്ന് EP വിചാരിക്കുകയും മാനസിക ഐക്യമില്ലായ്മ വരികയും മരിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കുന്നത് ഇങ്ങനെ ആവണം അന്ന് അതെ അദ്ദേഹത്തിന് അന്ത്യാഭിലാഷം ചെയ്തിട്ട് പോയത് ആണ്. അല്ലെങ്കിൽ അന്ന് EP ജയരാജൻ സെക്രട്ടറി ആവും. പിണറായി വിജയന്റെ മാത്രം തീരുമാനമാണ്. പിണറായി തീരുമാനിക്കാൻ ഇത്രയും ആവശ്യമായിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹം നടന്നു പോട്ടെ എന്ന് വിചാരിച്ച് അന്ന് ആ തീരുമാനം എടുത്തു കൊടുത്തത്. ഇനിയും ഉള്ള ഇത് വെച്ചാൽ ഇദ്ദേഹത്തിന് പ്രായമില്ല അതിനുവേണ്ടി. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 സമ്മേളനം മുമ്പ് എടുത്ത നിയമം അനുസരിച്ച്, കഴിഞ്ഞ മുമ്പത്തെ സമ്മേളനത്തിൽ എടുത്ത നിയമം അനുസരിച്ച് 3 തവണ ഒരു സെക്രട്ടറി ടേമേ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് മുമ്പ് പിണറായി വിജയനൊക്കെ 18 കൊല്ലം ഇരുന്നതാ, മനസ്സിലാവുന്നുണ്ട്. 3 ടേമേ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ വന്നേക്കുന്നതെന്ന് ടേം ആയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇടയ്ക്ക് വെച്ച് കയറി വന്ന ടേമായിട്ട് കൂട്ടത്തില്ല. അതായത് 1 ദശാബ്ദം 10 കൊല്ലം, ഏതാണ്ട് 9 കൊല്ലം ഇനിയും ആരുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ കാലമാണ് ഇരിക്കാൻ സാധിച്ചാൽ.
അപ്പം ആ ഒരു അവസ്ഥ ഇപ്പൊ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആ ഒരു സെക്രട്ടറി അതിനുള്ള ഒരുക്കങ്ങൾ പാർട്ടിക്കകത്ത് നടത്തുമെന്നുള്ള കാര്യത്തിൽ ബുദ്ധിയുള്ള ആർക്കും സംശയമൊന്നുമില്ല. ഇപ്പൊ പൈസ മോട്ടിക്കാത്ത ആളാണ്, കറപ്ഷൻ ഇല്ലാത്ത ആളാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞാലും ആ പാർട്ടി സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന ആളും അതിനകത്ത് ഇരുന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളും നാളെ കാലത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളും ഒക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു ബോധ്യമില്ലായ്മയുണ്ട്. അത്രയ്ക്ക് വലിയ വിശാല മനസ്സുള്ള കമ്മ്യൂണിസ്റ്റാനൊന്നും ആയിരിക്കത്തില്ല ഗോവിന്ദൻ മാഷ്, മനസ്സിലായില്ലേ? എനിക്കതൊന്നും വേണ്ട, അല്ലെങ്കിൽ നാളെ കാലത്തെ മുഖ്യമന്ത്രി. അപ്പൊ അതിന്റെ മുന്നൊരുക്കങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് പുറകോട്ട് പരിശോധിച്ചാൽ 18 കൊല്ലം പിണറായി വിജയൻ സെക്രട്ടറി ആവുന്നത് ഈ VS-ന്റെ കാലത്താണ്. അന്ന് VS-ന്റെ കയ്യിലായിരുന്നു പാർട്ടി. പിണറായി ആദ്യത്തെ പ്രാവശ്യം VS-ന്റെ ഭാഗമായിട്ട് പാർട്ടി സെക്രട്ടറി ആവുന്നു. പാർട്ടി സെക്രട്ടറി ആയി കഴിയുമ്പോൾ വീണ്ടും പാർട്ടിക്കകത്ത് VS-ന്റെ കമ്മിറ്റികൾ മൊത്തം അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി വന്ന് VS-ന്റെ ഇടപെടിയിൽ വരുന്നു. അത് പിണറായിക്ക് സഹിക്കാതെ വന്നിട്ട് പിണറായിയുടേതായിട്ടുള്ള ഒരു പാർട്ടി 18 കൊല്ലം കൊണ്ടാക്കിയെടുത്ത പാർട്ടിയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് ഇപ്പോഴും പിണറായിയുടെ കയ്യിൽ പാർട്ടി നിൽക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 18 കൊല്ലം കൊണ്ട് ഈ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഉള്ള ഒരാൾ പോലും പാർട്ടിക്കകത്ത് വേണ്ടാൻ തീരുമാനിച്ച് പാർട്ടി ആ രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതിന് കൃത്യമായ പങ്കുവച്ച ഒരാളാണ് EP ജയരാജൻ. കഴിഞ്ഞ മുമ്പത്തെ സമ്മേളനത്തിൽ പോലും 7 ജില്ലയിലെ മൊത്തം ആൾക്കാർ 7 ജില്ല EP-യുടെ കയ്യിലായിരുന്നു. EP പറയാൻ അപ്പുറം ചലിക്കത്തില്ല. അപ്പൊ പിണറായിയെ സെക്രട്ടറി ആക്കിയിട്ട് നിലനിർത്തുന്നതിനും അല്ലെങ്കിൽ ആ കൃത്യമായ പിണറായിയുടെ കയ്യിൽ മാത്രമുള്ള പാർട്ടി ആക്കി കൊടുക്കുന്നതിനും സംഘടനയ്ക്ക് അത് വളരെ വ്യക്തമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് EP ജയരാജൻ. ഇത് വളരെ കൃത്യമായിട്ട് ഗോവിന്ദൻ അറിയാം. ഗോവിന്ദന് EP ജയരാജനുള്ള വൈരാഗ്യം അറിയാമല്ലോ. അപ്പം ഈ ഒരു സമ്മേളന കാലം ഗോവിന്ദനാണോ വൈരാഗ്യം തിരിച്ച് EP-ക്കാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമല്ലോ. അദ്ദേഹത്തിന് ആവാത്തതിന്റെ ദേഷ്യം. അപ്പൊ ആ ദേഷ്യം കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെയാണ് പോകുന്നത്. കാരണം അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷം ഒരു പരിപാടികളിലും പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനകത്തെല്ലാം സഹകരണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പോകുന്നു, സെക്രട്ടറി അംഗീകരിക്കാതെ പോകുന്നു. ഇതെല്ലാം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത്, മാധ്യമങ്ങൾ ചർച്ചയാക്കുകയും ചെയ്യുന്നു. അപ്പം അതിനെല്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹം പോകും. ഇപ്പം അതിന് അടുത്ത സമ്മേളനത്തിന് മുമ്പ് ഒരു മുന്നൊരുക്കം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞു P ശശിക്കെതിരെ ഇതിനപ്പുറം ആരോപണം വന്നിട്ട് ഇതുവരെ നടപടി വന്നിട്ടില്ല. അതായത് പിണറായി വിജയൻ അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, കരുത്തരായിട്ടുള്ള ആൾക്കാർ, അഴിമതിക്ക് അല്ലെങ്കിൽ നടപടി എടുക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം നടപടി എടുത്ത് തന്നെയാണ് ഗോവിന്ദൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ പിണറായിക്ക് അടുത്ത സമ്മേളനത്തിന് ഇതിനകത്ത് ഒരു കളി കളിക്കണമെന്ന് വിചാരിച്ചാൽ ഒക്കാത്ത രീതിയിലേക്ക് പാർട്ടി സംവിധാനത്തെ ആക്കിയതിന് ശേഷം സമ്മേളനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം തീർച്ചയായിട്ടും ഗോവിന്ദൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയുറച്ച ഒരാളാണ് EP ജയരാജൻ. EP ജയരാജന് ഈ സംഘടനയ്ക്കകത്തുള്ള സ്വാധീനം വളരെ കൃത്യമായിട്ട് ഗോവിന്ദൻ അറിയാം. അടുത്ത സമ്മേളനത്തിൽ പ്രായം കൊണ്ട് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നതാണല്ലോ, പ്രായം കൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ഇപ്പൊ മുൻ സമ്മേളനത്തിൽ അടുത്ത സമ്മേളനത്തിന് ആ തീരുമാനം മാറ്റി എന്തു 80 വയസ്സുള്ള ഇവിടെയുള്ളവരങ്ങിരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ഈ പാർട്ടി ഇപ്പൊ ഇരിക്കുന്ന കമ്മിറ്റിക്കകത്ത് വ്യക്തമായ ഭൂരിപക്ഷം പിണറായിക്ക് EP-ക്ക് ഉള്ള സ്ഥിതിക്ക് ഇദ്ദേഹം സെക്രട്ടറി ആയിട്ട് മാറിയിരിക്കാം. താൽക്കാലിക സെക്രട്ടറി സമ്മേളനത്തിൽ മാറ്റി എന്തു ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളിയാണ് കളിക്കുന്നത്. പറഞ്ഞു സാർ, അതായത് ഈ ഇപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത സമ്മേളനത്തിൽ ഗോവിന്ദന്റെ കയ്യിൽ തന്നെ പാർട്ടി സംവിധാനം വരും. പിണറായിയും EP ജയരാജനും ഒരുപോലെ പടിയിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളും പാർട്ടിക്കകത്ത്. പിണറായിക്ക് ഇനിയും ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യവും തന്നെ ഈ 75 വയസ്സ് പ്രായപരിധി പോളിറ്റ് ബ്യൂറോയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി മാത്രം മാറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന്റെ 2 ടേൺ കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയും, പാർട്ടി സംവിധാനം ഒഴിയും. പിണറായിയുടെ കയ്യിൽ നിന്നും EP-യുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ പാർട്ടി ഗോവിന്ദന്റെ കയ്യിലേക്ക് പോകും. ഗോവിന്ദൻ അടുത്ത 3 ടേം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9 കൊല്ലം വേണ്ടി വന്നാൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതിനിടയ്ക്ക് വെച്ച് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്ന സമയം വന്നാൽ മുഖ്യമന്ത്രി ആവാൻ സാധിക്കും. അതായത് ഇനിയും പിണറായിയുടെ കാലമല്ല, ഗോവിന്ദന്റെ കാലമാണ്. ആ കാലത്തിലേക്കാണ് പാർട്ടി നടന്നിരിക്കുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ഈ പറയുന്നവർക്ക് ഈ EP ജയരാജൻ പറയുന്ന ആളിന് ഇനി BJP ഏറ്റെടുക്കത്തൊന്നുമില്ല. അദ്ദേഹം BJP അതൊക്കെ ചുമ്മാ പറയുന്നത്. എന്ന് വെച്ചാൽ BJP-ക്കാർക്ക് അറിയത്തില്ല 75 വയസ്സുള്ള EP ജയരാജനെ കൊണ്ട്. മാത്രമല്ല ഈ EP ജയരാജൻ കണ്ണൂരി എന്നിട്ട് അദ്ദേഹം പാർട്ടി മാറിയിട്ട് അവിടുത്തെ സഖാക്കളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള അവിടെ അപക്ഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും CPM-നകത്തുനിന്ന് ഒരു കൂട്ടം EP ജയരാജന്റെ പുറകെ BJP-ക്കകത്ത് എന്ത് കയറുമെന്ന് ആരും വിചാരിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷൻ ഇദ്ദേഹത്തെ മോശമായിപ്പോയി. അത് വളരെ തന്ത്രപരമായിട്ടാണ് പാർട്ടി ചെയ്തത്. ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം കൃത്യമായ ഏറ്റവും വലിയ മോശക്കാരനായിട്ടുള്ള നന്ദകുമാറുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള അലിഗേഷൻ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു. ആ ആരോപണത്തിൽ ഇപ്പൊ നടപടി എടുത്തിരിക്കുകയാണ്. ഈ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ എങ്ങനെ വേറെ പാർട്ടി ഏറ്റെടുക്കും?
അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നതുകൊണ്ടുള്ള പാർട്ടിക്കുള്ള ഗുണം എന്തോ? BJP മുന്നിൽ നിന്ന് മുമ്പത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് BJPക്കകത്ത് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്കറിയാൻ സാധിക്കുന്നത് BJP ഇനി പഴയതുപോലെ വേറെ പാർട്ടിക്കാരുടെ പുറകെ പോയി ആളിനെ കൂട്ടേണ്ട കാര്യമില്ല. പാർട്ടി സംവിധാനങ്ങളായിട്ടുണ്ട്. പാർട്ടിക്കകത്ത് നിൽക്കുന്ന നേതാക്കന്മാർ നയിച്ചാൽ തന്നെ പൊതുജനം ഈ പാർട്ടിയുടെ കൂടെ വരുന്ന അവസ്ഥയിലേക്ക് BJP വന്നിട്ടുണ്ട്. വേറെ പാർട്ടിയിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട അത് പാർട്ടിക്ക് ഗുണം അല്ല, ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് കേരളത്തിലെ ഇപ്പം CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയനും EP ജയരാജനും ഒക്കെ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്നത് പോലെ തന്നെ പാർട്ടി സംവിധാനത്തിൽ നിന്നും വെളിയിൽ പോകുന്ന ഒരു സമ്മേളനമായിരിക്കും ഈ അടുത്ത പാർട്ടി സമ്മേളനം. പിണറായിയുടെ കാലവും EP-യുടെ കാലവും ഒക്കെ കഴിഞ്ഞിട്ട് ഗോവിന്ദന്റെ കാലത്തിലേക്ക് വരികയാണ്. EP ജയരാജനെ യാതൊരു കാരണവശാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് BJP ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അതായത് ഇനിയും ഇപ്പം ഇരിക്കുന്നത് പിണറായിയുടെ കാലമാണെങ്കിൽ ഇനി പിണറായി ഇല്ലാത്ത ഒരു CPM, പിണറായിയുടെ ആധിപത്യം ഇല്ലാത്ത ഒരു CPM ആയിരിക്കും വരാൻ പോകുന്നത്. അത്രയൊക്കെ തലയെടുപ്പ് ഈ ഗോവിന്ദന് ഇനി ഉണ്ടാക്കിയെടുക്കണ്ടേ ജനങ്ങൾക്കിടയിൽ? അത്ര ഇപ്പോൾ VS ഇരുന്ന സമയത്ത് VS ജനകീയനായ നേതാവാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് അതിനൊപ്പം പിണറായിക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള പാർട്ടി പിടിക്കുന്നു. അതിനൊപ്പം അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ VS-നൊപ്പം നിന്നു, സ്വീകാര്യനായി മാറി. പക്ഷേ ഈ ഗോവിന്ദനൊക്കെ അത്ര ഒരു ജനസ്വീകാര്യത ഇനി ഉണ്ടാക്കിയെടുക്കണം. അല്ല, ജനസ്വീകാര്യത എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നമ്മൾ എത്ര കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തെ എന്നും മാധ്യമങ്ങൾ പുറന്തള്ളിയിട്ടും ആരൊക്കെ മറിക്കാൻ ശ്രമിച്ചിട്ടും സ്വന്തം കരുത്തുകൊണ്ട് നിന്ന ആളാണ്. പാർട്ടിയുടെ പല പ്രതിസന്ധി ഘട്ടം TP ചന്ദ്രശേഖരൻ ഭാഗത്തിൻ്റെ സമയത്ത് പിണറായി അല്ലാതെ പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഉണ്ടായി എന്നേ CPM ഇല്ലാതായിപ്പോയി. അത്രയ്ക്ക് പ്രതിസന്ധി വന്നപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഇദ്ദേഹത്തിൻ്റെ കരുത്തുകൊണ്ട് മാത്രം വീണ്ടും പാർട്ടി തിരിച്ചു കൊണ്ടുവന്നവരാണ്. അതായത് അദ്ദേഹത്തിൻ്റെ 18 കൊല്ലത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന് അപ്പുറത്തേക്ക് വേറെ ഒരു പാർട്ടി സെക്രട്ടറി വന്നതൊക്കെ ശോഭിച്ചിട്ടില്ല. അതിനി ഈ ഗോവിന്ദനായാലും ആരായാലും ശോഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് കരുത്തനായിരുന്നു പിണറായി. അതായത് പാർട്ടി CPM-നകത്തും ആ സ്വീകാര്യതയുണ്ട്, മറ്റു പാർട്ടിക്കാരും അംഗീകരിച്ചിരിക്കുന്നതാണ്. പിണറായി പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായിയുടെ കരുത്ത്, ധാർഷ്ട്യവും അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ ഉണ്ട്. പിണറായിയുടെ കരുത്ത് പ്രതിപക്ഷം പോലും അംഗീകരിച്ചിട്ടുള്ളത്, അത് പാർട്ടിക്കാരും അംഗീകരിച്ചിട്ടുള്ളത്. അതിനപ്പുറം അത്രയ്ക്ക് കരുത്തുള്ള ഒരാളുടെ സ്ഥാനത്ത് വേറൊരാൾ വരുമ്പോൾ അതിനപ്പുറം അല്ലെങ്കിൽ അത് എപ്പോഴും മങ്ങി നിൽക്കും. അത് ഗോവിന്ദന്റെ കാര്യത്തിലുണ്ട്. മനസ്സിലാവും. അതിനപ്പുറമായിട്ട് പിണറായിക്ക് അപ്പുറമായിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചാൽ പിണറായിയെ മറക്കുന്ന അല്ലെങ്കിൽ പിണറായിയെ ഓർക്കാത്ത രീതിയിലേക്ക് ഒരു കാലഘട്ടത്തിൽ വന്നാൽ മാത്രമേ ഗോവിന്ദൻ അത്രയും ഒരു സെക്രട്ടറി ആയിട്ട് മാറുന്നുള്ളൂ. അല്ലെങ്കിൽ ഗോവിന്ദൻ എന്തെങ്കിലുമൊക്കെ ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് പേരെടുത്ത് വരണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോവിന്ദൻ എന്ന് പറയുന്ന സെക്രട്ടറി പിണറായിക്ക് അപ്പുറമൊന്നുമല്ല. പിണറായി തന്നെയാണ് ഇപ്പോഴും നേതാവ്. അത് പാർട്ടിക്കാർക്കിടയിലും ഈ പിണറായിയെ വെറുക്കുന്ന ആൾക്കാർക്കിടയിലും പിണറായി തന്നെയാണ് നേതാവായിട്ട് നിൽക്കുന്നത്. അതിനപ്പുറമൊക്കെ ഇതുവരെ വന്നിട്ടില്ല. ഇന്നാളത്തെ ഞാനീ പറഞ്ഞത് അതിനപ്പുറം വരുമോ എന്നുള്ളതല്ല. CPM-ന്റെ തേരാളി ഇനിയും ഗോവിന്ദനായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ഈ പിണറായി കാലം അല്ലെങ്കിൽ പിണറായിയുടെ കയ്യിൽ എന്നൊക്കെയുള്ള അവസാനിക്കുകയാണ് എല്ലാ രീതിയിലും. കാരണം അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ടും ഈ പാർട്ടിക്കകത്ത നിയമങ്ങൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ കൊണ്ടുമൊക്കെ അദ്ദേഹത്തിന് ഇനി പാർട്ടി സംവിധാനത്തിൽ ഇരുന്ന് പോകാനൊക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ മറ്റൊന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.